എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഓണം വന്നു, ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പലയിടത്തും. അപ്പം നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ ഇന്ന് ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഇഞ്ചിക്കറി എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത് സൂക്ഷിച്ച് വെക്കാനും ഇത് കൊടുത്തു വിടാനും കുറച്ച് കാര്യങ്ങൾ സദ്യക്ക് ചെയ്യണത് തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ച് ടിപ്പുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. മല്ലിച്ചപ്പിന് വളരെയധികം സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാർ കണ്ടാലേ നമുക്ക് വീണ്ടും അത് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഇതിൽ പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു താളിപ്പാണ്. ആ താളിപ്പിൽ നിന്ന് കുറച്ച് വറ്റൽമുളക് ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് കടലപ്പരിപ്പ് ഉഴുന്നും ചേർത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വേണം, കാരണം ഇത് കുറച്ച് എടുക്കണോണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ച് കടലപ്പരിപ്പ് ഉഴുന്നും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നത് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് വഴറ്റും കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചെടുക്കാനാണ്. പൊടിച്ചെടുക്കുമ്പോൾ ഈ കടലപ്പരിപ്പ് ഉഴുന്നും അതിലൊരു തിക്ക് ഗ്രേവിക്കുള്ളൊരു ഇത് കൊടുക്കും. അതിനു വേണ്ടിയാട്ടോ ആ കടലപ്പരിപ്പ് അത് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇത് ഇഞ്ചിക്ക് തന്നെ നല്ലൊരു എരിവുണ്ട്. അപ്പോൾ എരിവ് വേണ്ടാത്തവരാണെങ്കിൽ ഇതൊന്ന് ചതച്ചിട്ടൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒട്ടും എരിവ് വേണ്ട. പക്ഷേ അവർക്ക് മധുരമൊക്കെ ചേർന്നുകൊണ്ട് ഇതിൽ ഡേറ്റ്സ് ഞാൻ ചേർക്കുന്നുണ്ട്, ഈന്തപ്പഴം. അപ്പോൾ അതും ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്കിത് നല്ല ഒരു ഔഷധം. ഒരു നാക്കിലിങ്ങനെ തൊട്ട് കഴിക്കുമ്പോൾ അവർക്ക് ഒരു ഇഷ്ടം തോന്നും ഇഞ്ചിക്കറിയോട്. അതിനു വേണ്ടി അപ്പോൾ അവർക്കാണെങ്കിൽ എരിവൊക്കെ കുറച്ചോളൂ കേട്ടോ. അപ്പം മുതിർന്ന ആൾക്കാർക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൽ 2-3 വറ്റൽമുളക് ചേർക്കുക, കറിവേപ്പില ചേർക്കുക, പിന്നെ 2-3 കുരുമുളക്. ഞാൻ ഇവിടെ എരിവ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കണത്. ഇതിലെന്തെങ്കിലുമൊക്കെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം വറുത്തിട്ട് അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഡേറ്റ്സ് ഇവിടെ ഞാൻ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നല്ലെണ്ണയിലും തയ്യാറാക്കാം, വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം, നെയ്യിലും തയ്യാറാക്കാം. കൊടുത്തു വിടാൻ എന്തെങ്കിലും ആണെങ്കിൽ നല്ലെണ്ണയിൽ നെയ്യിലൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്യണം. ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആ ഈന്തപ്പഴം ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് വഴണ്ട് വന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കേണ്ടതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ഉണ്ടാക്കുക. ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് മതി, ഒരു മധുരം. നമ്മൾ ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ മധുരം ഉണ്ടാവും. ഇനി ശർക്കര വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായി തിരുമ്മി പിഴിഞ്ഞെടുക്കുക. അതിലെ പൾപ്പോടുകൂടി നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക്, പേസ്റ്റ് പോലെ. അത് ഇതിലേക്ക് ചേർത്ത് തിളപ്പിക്കുക. അതോടൊപ്പം 1 നുള്ള് കായപ്പൊടിയും പിന്നെ 1 നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറുകി വരുമ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ചായി നല്ല കറുപ്പായിട്ട് വരും കേട്ടോ. എനിക്ക് ലൈറ്റിങ് കുറവായതുകൊണ്ട് അത്ര കിട്ടാത്തത്. വിൻഡോസൊക്കെ കൂടുതൽ ഇവിടെ, അതുകൊണ്ട് നല്ല ബ്രൈറ്റ്നെസ് എപ്പോഴും അകത്ത്. ഞാനെല്ലാം ശരിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഓണത്തിന് ബോണസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതാണ്. അപ്പോൾ എല്ലാം വാങ്ങാം കേട്ടോ. അപ്പോൾ ഇനി ആ ക്രഷ് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒന്നും കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വഴറ്റുക. നിങ്ങൾ നല്ലെണ്ണ കൊടുത്തു വിടാനാണ് നല്ലെണ്ണ ചെയ്യുക, നെയ്യ് ചെയ്യുക കേട്ടോ. വീണ്ടും പറയണത് എന്താണെന്ന് വെച്ചാൽ കേടാവാതിരിക്കാനാണ്. എന്നിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുക. 2 സ്പൂണെങ്കിലും മല്ലിപ്പൊടി. ഞാൻ കുറച്ചെടുത്തുകൊണ്ട് അത് നിങ്ങൾ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് വ്യത്യാസപ്പെടുത്തണം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാൻ. പിന്നെ മുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയൊക്കെ മതി. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതും രണ്ടും കൂടി വന്നിട്ട് ഒരു കളർ ചേഞ്ച് വരുമ്പോഴേക്കും അത് മാറ്റുക. തീ വീണ്ടും ഒന്നുകൂടി കത്തിക്കണം കേട്ടോ ഈന്തപ്പഴം ചേർക്കുമ്പോൾ. എന്നിട്ട് കരിയരുത്, കരിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. വളരെ ശ്രദ്ധിക്കണം. സിമ്മിൽ വെച്ച് വേണം ചെയ്യാൻ. അത് നല്ല അടിക്കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. എന്നിട്ട് ഇതും തണുക്കാൻ വേണ്ടി വെക്കുക. തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതും ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് സദ്യക്ക് ചെയ്യണവർ ചെയ്യണത് ഇപ്പം ചെയ്യുന്നില്ല. ഞാൻ സഹായിയായിട്ട് നിൽക്കാറ്, എനിക്ക് മെയിനായിട്ട് നിൽക്കാറില്ല. എന്നാലും സദ്യക്കൊക്കെ ചെയ്യുമ്പോൾ ഇതെടുത്തിട്ട് പൊടിച്ച് വയ്ക്കും. ഇങ്ങനെ ചെയ്തിട്ട് പൊടിച്ച് വയ്ക്കണ ചമ്മന്തിപ്പൊടി പോലെ ഇരിക്കും കേട്ടോ. ആ പൊടി നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പം നമ്മൾ പുറത്തേക്കൊക്കെ എന്തെങ്കിലും പോകുന്നവരാണെങ്കിൽ ഈ പൊടി ഞങ്ങൾ കൊടുത്തു വിടും. അതുപോലെ നമുക്ക് പെട്ടെന്നൊരു സദ്യ വന്നു, അപ്പോൾ നമുക്ക് കൊടുക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ പൊടി കുറച്ചെടുത്തിട്ട് നമ്മൾ പുളിയും ശർക്കര പാനി കണ്ടോ, പൊടി ചമ്മന്തിപ്പൊടി പോലെ ഇരിക്കണുണ്ടോ,
ഇത് സൂക്ഷിച്ച് വെച്ച കുറേ നാൾ കേടാകാതെ. ഇത് ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ചെയ്തുകൊണ്ട് കേടായി പോവും. ഞാൻ കുറച്ച് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. പക്ഷേ നല്ലെണ്ണയിലോ നെയ്യിലോ ചെയ്തു വെച്ചാൽ അത് അവർ പറയും സദ്യ നെയ്യിൽ വേണം അല്ലെങ്കിൽ നല്ലെണ്ണ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോരുത്തരുടെ സാമ്പത്തികമൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്ത് വെക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇഞ്ചിക്കറി കേട്ടോ, ഇതിനെ ഇഞ്ചിപ്പുളിന്ന് വയ്ക്കാം, ഇഞ്ചിക്കറിന്ന് വയ്ക്കാം. പിന്നെ കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് ചെയ്യണേലും ബെനിഫിറ്റ്. ഇതൊരു നമ്മൾ ഈ ഒരു ക്രഞ്ചി ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ തേങ്ങ ഒക്കെ കൊത്തിങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ, നമ്മൾ ബർഫിയൊക്കെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടില്ലേ, അതേപോലെ. ഇത് ആരുണ്ടാക്കിയെന്ന് നിങ്ങളോട് ചോദിക്കും കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇച്ചിരി കഷ്ടപ്പാടുണ്ട്, എന്നാലും നമ്മൾ ചെയ്യണതിലെല്ലാം വെറൈറ്റി കൊണ്ടുവരാനാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ സദ്യ ഉണ്ടല്ലോ, നമ്മുടെ മാത്രമായിരിക്കണം. അതിൻ്റെ സീക്രട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടി നിങ്ങൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നിയിട്ടാണ് കേട്ടോ മല്ലിച്ചപ്പ് കൊണ്ടുവന്നത്. മല്ലിച്ചപ്പിന് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. ഓണസദ്യ വിഭവങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് കൂടുതൽ ചെയ്യാനായിട്ട് 1-2 ഐറ്റമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ വേണ്ടി പച്ചടി തന്നെ പലതരം, തോരൻ തന്നെ പലതരം ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാളൻ, ഓലൻ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇത് ചെയ്യുക. ഇനിയും കൂടുതൽ വിഭവങ്ങൾക്ക് വറുത്തരച്ച സാമ്പാറൊക്കെ ഇട്ടിട്ടുണ്ട്, പായസം ഇട്ടിട്ടുണ്ട്. ഇനിയും പ്രത്യേകമായിട്ട് ഞാൻ വരും. അതിനൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇനി എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഹാപ്പി ഓണം പറയുകയാണ്. ഇനിയും വരും, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക കേട്ടോ.